കുറേ ദിവസമായി വ്ളോഗ് ചെയ്തിട്ടല്ലേ? കുറേ പേര് ചോദിച്ചു തുടങ്ങി എന്തിയെ ബെൻസി വീണ്ടും അപ്രത്യക്ഷമായോ? ഇടയ്ക്ക് അടുപ്പിച്ച് വീഡിയോ ഇട്ടിരുന്നു. അതിനുശേഷം വീണ്ടും കാണാനില്ലെന്നൊക്കെ മെസ്സേജ് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഭയങ്കര ഹൈപ്പിട്ട് ഭയങ്കര ഡയലോഗൊന്നും അടിക്കുന്നില്ല. കാരണം നമ്മുടെ വീഡിയോയുടെ ക്യാപ്ഷൻ കാണുമ്പോഴോ അല്ലെ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് സംഭവം മനസ്സിലാവും എന്താണെന്ന്. അതുകൊണ്ട് കൂടുതൽ വലിയ എന്താണ് ദാണ്ടെ പൊതിച്ചോറ് കിട്ടുന്നത് കണ്ടോ അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞായിരുന്നു എന്തെങ്കിലും ഒരു ദിവസം ഞാൻ ഇതുപോലെ മീൻ മേടിക്കാൻ പോകുമ്പോൾ കൂടെ പോയിട്ട് വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ രാവിലെ തന്നെ ജോസാൻ പറഞ്ഞായിരുന്നു നമുക്ക് പൊതി കൊണ്ടുപോകണം അല്ലേ കാര്യം നടക്കില്ല. കാരണം ജോസാൻ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അവിടെ പോയി അവിടുത്തെ സാഹചര്യമൊക്കെ എങ്ങനെയാണെന്ന്. അപ്പോൾ മെഫിന് അവധി ആയതുകൊണ്ട് എക്സാം കഴിഞ്ഞപ്പോൾ ലീവാണല്ലോ പിള്ളേർക്കൊക്കെ. അപ്പോൾ മെഫിനും വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പൊതി കെട്ടിയതാണ്, പെട്ടെന്ന് തന്നെ തട്ടിക്കൂട്ടിയതാണ് കേട്ടോ. പൊതിയുടെ കൂട്ടാൻ കണ്ടിട്ട് അയ്യേ ഇത്രയൊക്കെ ഉള്ളോ ഇതാണോ എന്നൊന്നും ചിന്തിക്കേണ്ട. ഞാൻ പോകുന്നില്ല എന്നാണ് ഇന്നലെ രാത്രി ഞാൻ പോകുന്നില്ല വരുന്നില്ല എന്നാ പറഞ്ഞത്. പിന്നെ രാവിലെ ആയപ്പോൾ ജോസനങ്ങ് നിർബന്ധിക്കുവാണ്, വാ നമുക്ക് ഒരുമിച്ച് പോവാം, പിന്നെ നീ വരണ്ട ഒരു ദിവസം കണ്ടിരിക്കാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് പൊതിച്ചോറ് കിട്ടുന്നത് കേട്ടോ. അപ്പൊ ചോറും പിന്നെ വെണ്ടയ്ക്കയും കിഴങ്ങൂടിട്ട് ഒരു മെഴുക്കുവരട്ടി പോലെ വെച്ചുണ്ടാക്കി, ചമ്മന്തി, പിന്നെ മാങ്ങാച്ചാറ്. എനിക്കും മെഫിനും മീനച്ചാർ എടുത്തായിരുന്നു. ജോസാന് മീനച്ചാറ് വേണ്ടാന്ന് പറഞ്ഞു. ഒരു മുട്ടയും കൂടെ പൊരിക്കാന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല, സമയമില്ലായിരുന്നു കേട്ടോ. പെട്ടെന്ന് ചാടി ഇറങ്ങി, ഓൾറെഡി ലേറ്റായി, പറഞ്ഞ സ്ഥിതിയിൽ കൂടുതൽ ലേറ്റായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ ഇല എടുത്തില്ല, ഇതുപോലെ ഒരു പാത്രത്തിനകത്ത് കുറച്ച് കൂടുതൽ കൂട്ടാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കഴിക്കുമ്പോൾ ആർക്കെങ്കിലും എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ അന്നേരെ ജോസൻ പറഞ്ഞു, നീ പറയുന്ന കണക്കൊന്നുമല്ല കാര്യങ്ങള്, ഓരോരുത്തരും ഓരോ സമയത്തൊക്കെ ആയിരിക്കും കഴിക്കുന്നേ, നിനക്ക് ചെന്ന് കണ്ടെങ്കിലേ മനസ്സിലാവൂ എന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ സംഭവിച്ചു കേട്ടോ. അപ്പൊ അത് പുറകാലെ നിങ്ങൾക്ക് കാണാം. എന്തായാലും പൊതിച്ചോറൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. വെയിലില്ല എന്തായാലും. അല്ല ഞാൻ ജോസാനെയാണ് അടിച്ചേ. അതല്ല സീരിയസ്ലി ഞാൻ നല്ല കാര്യം പറയാടിക്കുന്നു ജോസൻ. ചേച്ചി കാര്യം പറയാൻ വിചാരിച്ചു. എടാ ഞാൻ ഇന്നലെ പറഞ്ഞടാ, ഇപ്പൊ രാവിലെ ഓടി പിടിച്ച് സ്കൂളിൽ പോകാനായിട്ട് പൊതിയൊക്കെ ഉണ്ടാക്കി പൊതിച്ചോറും ഒക്കെ പൊതിയൊക്കെ ഉണ്ടാക്കി പോവുക കേട്ടോ. 1 മണിക്ക് മുമ്പ് അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ നിങ്ങളടുത്ത് പറഞ്ഞായിരുന്നു ഞാനിനി ഒരു പ്രാവശ്യം മീനെടുക്കാൻ പോകുമ്പോൾ പോവാം, കറക്റ്റ് കാര്യങ്ങൾ കാണിക്കാമെന്ന്. അതുകൊണ്ട് മെനക്കെട്ട് ഇറങ്ങിയതാ കേട്ടോ. ഞങ്ങളുടെ കൂടെ മെഫിനും ഉണ്ട്. മെഫിനും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ 3 പൊതി എടുത്തിട്ടുണ്ട്. അത് വരുമ്പോ കഴിക്കുവോ അവിടെ ചെന്നിട്ട് കഴിക്കുവോ ഒന്നും അറിയില്ല. പക്ഷെ വെയിലില്ലാത്തോണ്ട് എവിടെ ഇരുന്ന് കഴിക്കാം, കാറി ഇരുന്ന് കഴിക്കാലോ, അതിനെന്തുവാ. ചൂടാണെങ്കിൽ ഒക്കത്തില്ലേ. അവിടെ അങ്ങ് ഹോട്ടലില്ല, അതല്ലേ? ഇല്ലെങ്കിൽ ഹോട്ടല് അല്ല, അല്ലേലും ഉള്ള പൊതി നമ്മുടെ വീട്ടിലെ ചോറ് ചമ്മന്തി ആയാലും കൊണ്ടുവന്നാണ് നല്ലത്. ഗതികേടുന്ന എന്തെങ്കിലും അവസ്ഥയിലേ നമ്മള് ഹോട്ടലിൽ കയറാറുള്ളൂ കേട്ടോ. കമ്പനി വരുന്നു. ഇതോ ഹോസ്പിറ്റലിൽ ആണല്ലോ വെച്ചേക്കുന്നേ. ഹോസ്പിറ്റലാ വരുന്നത്. ഇത് ഫസ്റ്റ് നമ്മുടെ ആനപ്പാറയാ നോക്കിയേ സ്കെച്ച് ഇട്ടവന്മാര്. വലിയ ഹോസ്പിറ്റലാന്ന് തോന്നുന്നല്ലേ? നമുക്കന്നേരം അടുത്താണല്ലോ. അയ്യോ ആനപ്പാറയാ നോക്കിയത്. ആരും പലരും സഹകരിക്കത്തില്ല. അന്നേരം ഇവര് എവിടെ ഇതങ്ങെടുത്തു. പക്ഷെ ആനപ്പാറയൊക്കെ നോക്കിയ അവിടെ ആൾ താമസം അധികം ഇല്ലല്ലോ. ഇല്ല, അല്ല ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോ എവിടെ ആയാലും ആള് വരും. അപ്പോഴത്തേക്ക് ആരും ഇതൊക്കെ അയ്യോ നമുക്ക് എന്തെളുപ്പോ. അയ്യോ 24 മണിക്കൂറും ഉണ്ടായിരിക്കും. അല്ല, ജീവൻ മിഷൻ ഹോസ്പിറ്റലിനാണ് എഴുതി വെച്ചേക്കുന്നത്. ഹോസ്പിറ്റലാ കണ്ടിട്ട് വലിയ സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. ഇത് ഒരു ഇത് സർവേ പോയതാ ആദ്യം, പിന്നെ ഇവിടെ ആക്കിയത്. അപ്പൊ ഈ അച്ഛൻ അവിടെ എല്ലാം പാറയാ, അത് കൊടുക്കാന്ന് പറഞ്ഞു. ഇതില്ലേ അമ്പലപ്പുറം? അല്ല, ഇത് വേലങ്കോണം. ഇത് വേലങ്കോണം. ഞാനിത് അമ്പലപ്പുറം എന്നും പറഞ്ഞിരിക്കും. ദിവസം 2 ബക്കറ്റ് മതിയായിരിക്കും ഇല്ലയോ? അല്ല, എത്ര കിലോ വരാന്നെങ്കിൽ അതിൽ കൊള്ളും 2 എണ്ണത്തിൽ. ഐസ് വെട്ടി എടുത്തിട്ടില്ലേ? മതി. ഒരു 50 കിലോയുടെ എടുക്കുവാണെങ്കിലും. ഇത് നീലേശ്വരം. നമ്മളിവിടെ വന്നിട്ട് ഇതെടുത്ത് അതിപ്പോഴും ഉണ്ടാവും. അവരുടെ ഉണ്ടാ തോന്നുന്നത്.
പിന്നെ കോണ്ടാക്ട് ഒന്നും ചെയ്തില്ല. ഇവിടെ വന്ന് നമ്മൾ വീഡിയോ എടുത്തിയ ചീരങ്കാവുള്ള ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടോ? ഞങ്ങൾ ചീരങ്കാവിൽ കൂടെ പൊക്കോണ്ടിരിക്കുന്നു. അടുത്തത് ആറുമുറിക്കട. ആറുമുറിക്കടയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു. ആറുമുറിക്കടയുടെ അവിടെ ഇപ്പൊ അത് 6 മുറിയൊന്നും അല്ല, പണ്ട് 6 മുറിയുള്ള കട മാത്രമേ ഉള്ളായിരുന്നു അവിടെ. അങ്ങനെ ആ പേര് വീണേ. ഓ, ഇപ്പൊ ഇഷ്ടം പോലെ മുറിക്കട. അങ്ങനെ ആക്കണം, 6 മുറിയല്ല, ഇഷ്ടം പോലെ കട, ഒരുപാട് മുറിയുണ്ട്, ഒരുപാട് മുറിക്കട. അമ്മേ അമ്മേ. അപ്പം ആദ്യമായിട്ട് ഞാൻ നമ്മുടെ കടപ്പുറം, വാടി കടപ്പുറം കാണാൻ പോവാണ്. ലേലം വിളിക്കുന്നതും മീൻ വലിച്ചുകൊണ്ട് വരുന്നതും മീൻ വെട്ടുന്നതും എല്ലാം എടുക്കണമെന്ന് ആഗ്രഹത്തോടു കൂടി പോകുന്നു. അവിടെ ചെന്ന് നാറ്റം അടിക്കും. നാറ്റവും ഇല്ല, വലിയ നാറ്റമൊന്നുമില്ല. വാടി ഇച്ചിരി വൃത്തിയാ, നീണ്ടകരയാ മൊത്തം. അന്നേരം അങ്ങ് പോയേനെ, ഒരു സിഗ്നലും ഇല്ലായിരുന്നു. തുടങ്ങിയതെന്നറിയാമോ? നമ്മുടെ പുറകെ കിടക്കും എല്ലാ വണ്ടി. ഞങ്ങൾ ഒത്തിരി ബ്ലോക്കിലായിരുന്നു. വേണ്ടേ, നീണ്ട് നിവർന്ന് വിശാലമായിട്ട് കിടക്കുന്ന ഇതേതാ സ്ഥലം? ആശുപത്രി മുക്കാവുന്നു. അങ്ങനേ തുടങ്ങിയതാ കേട്ടോ. എന്തോ ഒരു തിരക്കവിടെ. കാർ അതിന്റെ ഇടയ്ക്കൂടെ കൊണ്ട് കയറ്റി. അതോ തൊട്ടില്ലെന്നും പറഞ്ഞാ നിൽക്കുന്നത്. എല്ലാം എവിടെ പോകും? ഇതെന്തോ ഈ മേളിൽ കൂടെ പണിയുന്നേ? ഓവർ ബ്രിഡ്ജ്. ഇത്രയും സ്ഥലമേ ഉള്ളൂ. അവിടെയും ട്രക്ക്, ഇവിടെയും ട്രക്ക്. എല്ലാം കൂടെ വന്നു കിടക്കാം. ഫുള്ള് ബ്ലോക്കായി. ഇവിടെ ഒരു പോലീസിനെ പോലും ഇല്ല. അവിടുന്ന് വന്ന വണ്ടി, ഇവിടുന്ന് വന്ന വണ്ടി എല്ലാം കൂടെ ബ്ലോക്കായി. ശുഭം. ഏതൊക്കെ എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലാവുന്നില്ല. അതെ, നമുക്ക് ഈ മറ്റേ കാറിൽ ഇരിക്കുന്നോട് അത്രയും ചൂട് അറിയാം. ഈ മറ്റേ പുറത്ത് ബൈക്കാർക്കൊക്കെ ഭയങ്കര ചൂടാണ്. എങ്ങനെയെങ്കിലും അങ്ങ് വലിച്ചടിച്ചോണ്ട് പോകാനാ നോക്കത്തുള്ളൂ. എന്റെ ദൈവമേ, ഫുള്ള് നോക്കാൻ. അതിന്റെ ഫോണൊന്ന് കുത്തിട്ട് ഫോൺ കാരണം എങ്ങനെ വേണ വണ്ടി വണ്ടി സൈഡ് വന്നു. ഇട്ടാവട്ടത്ത് കിടന്ന് ഊപ്പാട് വന്നു. ഇനി ബീച്ച് റോഡിൽ ചെന്ന് ചാടുക കേട്ടല്ലോ. ഇപ്പോഴത്തേക്ക് അവിടെ മീനും തീരും. ഓൺലൈനാണ് നമ്മളല്ലേ ഇവിടെ. ആന്നാന്ന്. എന്നെ അവിടെ വെച്ചെങ്ങാണ് എന്തേലും പറഞ്ഞ ഞാൻ എന്റെ പാട്ടിന് പോകും. എതിലെ എങ്ങനെ എങ്ങോട്ട് കയറി? ഞാൻ ഏതേലും ബസ് പിടിച്ച് എനിക്ക് വായിക്കാനും എഴുതാനും ഒക്കെ അറിയാം. ഏത് ബസ് കയറിയാ പോലെ? മീൻ കിട്ടിയില്ലേ, നീ കാരണോ കിട്ടാഞ്ഞ്, അങ്ങനെയൊക്കെ പറഞ്ഞാ ഞാൻ അങ്ങ് പോവും. ഇല്ല, കിട്ടും. 4-5 മണി വരെ ഉണ്ട്. ഏതേലും ബസ് പിടിച്ച് ഷായിച്ചാന്റെ കിട്ടിയില്ലെങ്കിൽ വേറെ ഏതേലും ബസ് പിടിച്ച് ഞാൻ അങ്ങ് 5 പോകും. ഷായിച്ചാന്റെ വള്ളാവും 1 മണി. ബസ് ഇല്ലടി ഇതിലേ. ഞാൻ ഓട്ടോ പിടിക്കും. ഇല്ല അവിടെ. ഇഷ്ടം പോലെ ബസ്സുണ്ട്. ഞാനും വരാം. ഞാനങ്ങ് 5 പോകും. സ്ഥലമായോ? പിന്നെ
വാടിയിൽ എത്തിയില്ല. വാടിയുടെ തുടക്കമാ, ബീച്ചിന്റെ തുടക്കം. ബീച്ച് കണ്ടോ? ബീച്ച് കണ്ടു. കൊട്ട വെയില്. കൊല്ലം ബീച്ച് കണ്ടു. കൊല്ലം ബീച്ച് കൊട്ട വെയിലത്തോ അതിനകത്ത് ആളുകള് എന്തിനാന്നോ എന്തോ. ബീച്ചിൽ ചാടാൻ അവിടെ തണുപ്പല്ലേലും ഓ വെയിലറിയത്തില്ല. ഇനിയിപ്പോ AC അങ്ങ് ഓഫ് ചെയ്യാം. നമ്മള് വാടിയിലേക്ക് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അയ്യോ വാടി തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ഇല്ലടാ, ഞാൻ എങ്ങും പോയിട്ടില്ല. എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയാലല്ലോ കാണാൻ പറ്റും. അവിടെ ആകുമ്പോ ഇതില്ല, ഫീസൊന്നും ഇല്ല. എന്തോ 10-20 രൂപ. ഇവിടെയാണ് നമ്മള് മീനെടുക്കുന്നത്. വാടി വാടി ബോട്ടുകളൊന്നും മീനെടുക്കാൻ പോകുന്നില്ലയോ? അയ്യോ നല്ല പടം. ഇത് പണ്ടൊരു കോമഡി കേട്ടത് ഓർക്കുന്നു ഞാൻ. കൊച്ചി എത്തി എന്നാ തോന്നുന്നേ. അതുകൊണ്ട് ഫ്രണ്ടിലെ ഓട്ടക്കാരൻ്റെ മുമ്പിൽ വേണ്ടി വരും. സ്ഥലം നോക്കൂ. അതുകൊണ്ട് ഫ്രണ്ടിൽ അവിടെ ഓരോരുത്തരൊക്കെ അതാ മീനൊക്കെ മേടിച്ചോണ്ട് പോന്നു. ബക്കറ്റൊക്കെ എടുക്കട്ടെ. വെട്ടാൻ നേരം എടുത്താൽ മതി. പക്ഷെ ഇച്ചിരി ഐസ് എടുക്കണം. എല്ലാവരും ബക്കറ്റും ഒക്കെ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. എല്ലാവരുടെയും ഡിക്കിയിൽ വലിയ ബക്കറ്റുകളാണ്. എല്ലാവരും ബക്കറ്റുമായിട്ടൊക്കെയാണ് പോകുന്നത്. ജോസാൻ എന്താ ബക്കറ്റുമായിട്ട് അടി പോന്നു. അവിടുന്ന് ഐസ് എടുക്കാനാണ് കേട്ടോ. ഐസ് എടുത്തിട്ട് ബാക്കി ബക്കറ്റുകളിലൊക്കെ കൊണ്ടിടാൻ. ലേലം വിളിക്കുന്ന സൗണ്ട് ഇവിടെ വരെ കേൾക്കാം. ജോസൻ ഭയങ്കര എക്സ്പീരിയൻസ് കേട്ടോ. പോകുന്ന പോക്ക് കണ്ടില്ലേ? ആ എങ്കിൽ കൂടെ ഭാര്യയുണ്ട്. നോക്കിക്കേ മൈൻഡ് ചെയ്യുന്നോന്ന്. 1000 എന്നൊക്കെ വിളിക്കുന്നു. അയ്യോ ഇതാണ് ഞങ്ങളുടെ മീൻ മുതലാളി. കുറേ നാളായിട്ട് വരണമെന്ന് വിചാരിക്കുന്നു. ഇന്ന് എന്തായാലും ഇനി ഇറങ്ങി. ആദ്യമൊക്കെ മീനെടുക്കാൻ പോകുമ്പോൾ രാവിലെ പോയി രാത്രി 12 മണിക്ക് വന്നിട്ടുണ്ട്, 11 മണിക്ക് വന്നിട്ടുണ്ട്. ഫുൾ ഒരു ദിവസത്തെ ഇതായിരുന്നു കേട്ടോ. ഇപ്പം പിന്നെ അവിടെ പോയി ഇങ്ങനെ പരിചയമായി. അങ്ങനെ പരിചയപ്പെട്ടതാണ് ഷായിച്ചാൻ കുറേ വള്ളങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലേലം വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് മീൻ തീരാറാവുന്ന 2 ദിവസം മുമ്പേ വിളിച്ച് ചോദിക്കും, ഇപ്പോൾ എങ്ങനെയാണ് റേറ്റ്, ഏതൊക്കെ മീൻ വരുന്നുണ്ട്, കേരയുണ്ടോ, എത്ര കിലോയുടെ ഉണ്ടെന്നൊക്കെ. അതനുസരിച്ച് ഷായിച്ചാൻ പറയും ഇത്ര മണിയാകുമ്പോഴത്തേക്ക് വള്ളം വരും, ആ സമയമാകുമ്പോഴത്തേക്ക് വരണേ. അങ്ങനെ പറഞ്ഞതാണ്. ഇന്ന് 1 മണിയാകുമ്പോഴത്തേക്ക് എത്തണേ, വള്ളം വരുന്നുണ്ടെന്ന്. അതനുസരിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു വിലയും എന്തൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ടാണ് പോകുന്നത്. വന്നില്ലയോ? വരും. അയ്യോ എന്നെ ഇനി പറയാനൊന്നുമില്ല. നീ കാരണം ലേറ്റായി എന്നും പറഞ്ഞു. മീനെ കിട്ടുന്നില്ല.
ഈ 900, 1000 എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു ഫുൾ മീനിന്റെ വിലയല്ല കേട്ടോ, 1 കിലോയുടെയാണ്. അതായത് ഇപ്പം ഇതിന് മുമ്പത്തെ നെയ്മീൻ പോയത് 1000 പുറത്താണ്. അതായത് 10 കിലോ ഉണ്ടായിരുന്നു. 10,000 മേലെ റേറ്റായി അതിന്റെ. ഇതിന് മുമ്പ് കുറേ നാൾ മുമ്പ് യോസാൻ ഇവിടെ വീട്ടിൽ വന്നിട്ട് പറയുമായിരുന്നു, ഒരമ്മച്ചി ഉണ്ടായിരുന്നു ലേലം വിളിക്കാൻ. അയലയായിരുന്നു ചാളയായിരുന്നു. 150 തുടങ്ങി വിളിച്ച് അമ്മച്ചി 250 300 ഉറപ്പിച്ച് എത്ര വിളിച്ചാലും അമ്മച്ചി കയറ്റി വിളിച്ചുകൊണ്ടിരിക്കും. അമ്മച്ചി വിചാരിച്ച എന്തുവാണ്, ആ കൊട്ട മൊത്തത്തിലുള്ളതാണ്. 10 കിലോ മീനുണ്ടായിരുന്നു. അവസാനം ലേലം വിളിച്ചു കഴിഞ്ഞപ്പോൾ 300 വെച്ചാണെന്ന് തോന്നുന്നു. മൊത്തത്തിൽ 3000 പറഞ്ഞപ്പോൾ അമ്മച്ചി, അയ്യോ അതെങ്ങനെയാ, ഞാൻ 300-നല്ലേ വിളിച്ചേ. അങ്ങനെ പിന്നെ അമ്മച്ചി അത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ലേലം വിളിക്കുമായിരുന്നു. അങ്ങനെ അബദ്ധവും പറ്റാറുണ്ട്. നല്ല മുട്ടാനായാല കൊണ്ടുപോയി. അടുത്ത വെള്ളം വന്നു. എനിക്കാണെങ്കിൽ ഈ മീനെല്ലാം കൂടെ കണ്ട് എൻ്റെ തല പെരുത്തു പോയി കേട്ടോ. ഈ സൗണ്ടും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് തലവേദന ഒരു കോണിക്ക് പൊട്ടിപ്പൊളക്കുന്ന തലവേദനയായിരുന്നു. ഒരു 1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അങ്ങ് ആകെ മുഷിഞ്ഞു പോയി. കാരണം എങ്ങനെയെങ്കിലും അങ്ങ് വീട്ടിലെത്തിയാൽ മതി എന്നുള്ള ചിന്തയായിപ്പോയി. ഞാൻ ഇന്നലെ ചിന്തിക്കുമായിരുന്നു, ദിവസം എന്തോരം മുഷിഞ്ഞാണ് മീനെടുത്തുകൊണ്ട് വരുന്നതെന്ന്. എടുത്തുകൊണ്ട് വരുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് അറിയത്തില്ല. കാരണം അടുത്തുള്ള വീട്ടുകാർക്ക് പറയുവാണെങ്കിൽ അവർക്കും എടുക്കും, ഞങ്ങൾക്കും എടുക്കും. അപ്പോൾ എന്തോരം ബുദ്ധിമുട്ടിയാണ് ഓരോ പ്രാവശ്യവും മീനെടുക്കാൻ പോകുന്നത്. അതിൻ്റെ എഫർട്ട് കുറേ ഉണ്ട് കേട്ടോ. എനിക്കൊന്ന് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം 11:30, 11:45 കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ഇങ്ങോട്ടും നടക്കും. നമ്മൾ വരുന്ന സമയത്ത് മീൻ കാണണമെന്നൊന്നുമില്ല. വെള്ളം വരുന്നതിൽ ഡിപ്പെൻഡാണേ. അപ്പോൾ ഇതിന് മുമ്പൊക്കെ ആണെങ്കിൽ ഒരു ദിവസം പോയിട്ട് കിട്ടാഞ്ഞിട്ട് വീണ്ടും പിറ്റേന്ന് പോയിട്ടുണ്ട്. 2-3 ദിവസം പോയിട്ടുണ്ട് ചില ദിവസമൊക്കെ മീൻ കിട്ടാഞ്ഞിട്ട് എടുക്കാനായിട്ട്. ഇപ്പോഴാണല്ലോ ഇങ്ങനെ പരിചയമാവുന്നതും വിളിച്ച് എന്നാലും പരിചയമായെന്ന് പറഞ്ഞാലും ചില സമയത്ത് അങ്ങനെ കിട്ടാറില്ല കേട്ടോ. ഏത് ചാനലാ? ഹെൽപ്പ് മീ ലോഡ്. കൊണ്ടുപോയി ലേലം വിളിക്കുന്നിടത്ത്. എന്തോ മുട്ട മീന്. അയ്യോ, അതെന്തോ മീനാ? ചോദിച്ചു നോക്കാം, പറയുമായിരിക്കും. അതെന്തോ മീനാ? എനിക്കറിയത്തില്ല. പറ്റയാണോ? ഞങ്ങളുടെ മീൻ വന്നു. വറ്റ കിട്ടുമെങ്കിൽ അതെടുക്കാനായിട്ടാണ് പോയത് കേട്ടോ. ഞാൻ വറ്റ മുഴുവനെ അങ്ങനെ കണ്ടിട്ടും ഇല്ലായിരുന്നു. അപ്പം ഇപ്പൊ കൊണ്ടുപോയ വറ്റയെന്ന് പറയുന്നത് കറുത്ത വറ്റയായിരുന്നു. വറ്റയിലും കറുപ്പും ഉണ്ട്, വെളുപ്പും ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വെള്ളവറ്റയായിരുന്നു വേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം വെള്ളവറ്റയായിരുന്നു എടുത്തത്. അപ്പൊ ഇത് പിന്നീടാണ് യോസാൻ പറഞ്ഞത് അത് കറുത്ത വറ്റയാണ് നമുക്ക് വേണ്ടത്. നാനൂറ് 400 400 400 400
400, 300, 310, 310, 310, 20, 120, ചാനൽ ഹെൽപ്പ് മീ ലോഡ്. എന്തോ മത്സ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ? മത്സ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞോ? ഇല്ല, ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. മീൻ ഭയങ്കര ലേലം വിളിയാണ്. മീൻ മേടിക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റും കൂടെ എടുത്ത് പ്രൈസ് മേടിച്ചെങ്കിലല്ലേ നാളെ മീൻ മേടിക്കാൻ പറ്റൂ. ടിക്കറ്റിന് പ്രൈസ് ഉണ്ട്, എല്ലാ ദിവസവും പ്രൈസ് ഉണ്ട്. എനിക്ക് ഫസ്റ്റ് പ്രൈസ് അടിച്ച ആളാ. പിന്നെ കരുതി നമ്മളെന്ന് ചാനലിൽ കൊടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഫസ്റ്റ് പ്രൈസ് കഴിഞ്ഞ മാസം എനിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ടിക്കറ്റ് എടുക്കുക. എൻ്റെ ഇന്ന് മാത്രമല്ല, എല്ലാവരുടെയും കയ്യിൽ നിന്ന് ടിക്കറ്റ് എടുക്കുക, പ്രൈസ് മേടിക്കുക. നിന്ന് പരുവമായി. സമയം 2:15 കഴിഞ്ഞു. ഇരിക്കാനും സ്ഥലമില്ലല്ലോ അവിടെ നിന്ന്. സമയം 2:15 കഴിഞ്ഞു. ഞങ്ങൾ ചോറ് കഴിക്കാൻ പോവാം. വണ്ടിക്കകത്തിരുന്ന് കഴിക്കാം. ഇട ഒരു കുപ്പിയും വെള്ളവും ദോസാൻ്റെ കൂടെ എടുക്കാം. അകത്ത് മറ്റേ കുപ്പിയും വെള്ളം ഇരിപ്പുണ്ട് വേറെ. ആ, അതിൽ നിന്നൊരു പൊതിയും കൂടെ എടുത്തോ. ജോസ്റ്റൻജി വന്നോ? ആ, ഇത് ജോസാൻ്റെ നീളം പൊതി. ചോറിന് ഇപ്പോഴും നല്ല ചൂട്. ഈ വണ്ടിക്കകത്ത് ഈച്ച കയറി. ജോസൻ ഓടിക്കും കേട്ടോ നമ്മളെ. ഈച്ച കയറി ഇട വണ്ടിയിൽ. ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. മെഫിന് ഇലപ്പൊതിയാണ്. ജോസനെ വിളിച്ചിട്ട് വന്നില്ല. ബൈ ചാൻസ് മീനും കാണാൻ വന്നാലോ എന്ന് കരുതി അവിടെ നിൽപ്പുണ്ട്. നല്ല വിശപ്പിടിച്ചു കേട്ടോ. സമയം റെക്കോർഡാണോ? ആണോ? സമയം 2:15 കഴിഞ്ഞ് 2:30 നിൻ്റെ അതിനകത്ത് മീനച്ചാറില്ലയോ? ആ, അപ്പം നിൻ്റെ പുതിയ കാരണം ജോസന് വേണ്ടാന്ന് പറഞ്ഞായിരുന്നു. നല്ല പണിയോ കേട്ടോ ഈ മീനെടുക്കാൻ വരക്കം. പാവം ജോസൻ. നമ്മളിവിടെ വരുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. രാത്രി 11 മണിക്കും 12 മണിക്കും ഒക്കെ മീനെടുക്കാൻ പോയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് അതിൻ്റെ അത്രയും ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. അപ്പോൾ മീൻ എടുത്തിട്ട് ഞങ്ങൾ കട്ട് ചെയ്യുന്നത് അവിടെ തന്നെ അല്ല. അവിടുന്ന് ഞങ്ങൾ വണ്ടി ഇട്ടില്ലേ, വണ്ടി ഇട്ടെടുത്തുനിന്നും ഫ്രണ്ടിലോട്ട് പോയി റോഡ് ക്രോസ് ചെയ്തൊരിടത്ത് ഇവിടാണ് മീൻ വെട്ടുന്നത്. നല്ല ഫൈനായിട്ട് അച്ചാറിന് നമ്മൾ പറയുന്ന രീതിയിൽ വെട്ടിത്തരും. ഇത്രയും വലിയ മീൻ കൊണ്ടുവന്ന് വെട്ടി പീസാക്കി എന്നെ കൊണ്ട് അതൊന്ന് കൂടുന്ന കാര്യമല്ല. അതുകൊണ്ട് വെട്ടുകൂലിയും കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ മീൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഈ മീൻ കട്ട് ചെയ്യക്കും കുറേ മണിക്കൂറുകൾ നമ്മളിവിടെ നിൽക്കണം. കാരണം ഓൾറെഡി പലരും ഇങ്ങനെ വെട്ടാൻ കൊണ്ടിട്ടേക്കുമല്ലോ. ഓരോരുത്തരുടെയും ആദ്യം കൊണ്ടുവരുന്നവർക്ക് മുൻഗണന ആ രീതിയിലാണ് വെട്ടിക്കൊടുക്കുന്നത്. അപ്പോൾ അതുവരെ നമ്മളവിടെ നിന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഞാൻ മീൻ വെട്ടുന്നത് കാണിക്കുന്നുണ്ട്. തൊലി ഇരിക്കുന്നതൊക്കെ താല്പര്യമുള്ളവർ അത് രീതിയിൽ വീട്ടിൽ ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ. വ്യക്തമായിട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഫുഡ് കഴിച്ചിട്ട് പിന്നെ ഇറങ്ങിപ്പോയില്ല കേട്ടോ. ദിവസം പറഞ്ഞു വരണ്ട, നീ ഇവിടെ നിന്നോ. പിന്നെ ഞങ്ങളുടെ അടുത്ത വീടുകളിലുള്ളവർ പറഞ്ഞായിരുന്നു വറ്റ വേണ്ടവരുണ്ടായിരുന്നു, നെയ്മീൻ വേണ്ടവരുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി മീൻ മേടിച്ച് അതിങ്ങനെ വെട്ടാൻ കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വെട്ടുന്നത്. വറ്റ വെള്ളവറ്റയാണ് മേടിച്ചത്, അതുപോലെ തന്നെ നെയ്മീനും. അപ്പം ഞങ്ങൾക്ക് ഇതിൻ്റെ എല്ലാം തൊലി ഉരിക്കണം. വറ്റ തന്നെ പലരും തൊലി ഉരിക്കാതെ ചിരണ്ടി അതിൻ്റെ ചെതുമ്പല് കളഞ്ഞിട്ട് കട്ട് ചെയ്യുന്നവരുണ്ട്. നെയ്മീൻ്റെ തൊലി കളയാതെ കൊണ്ടുപോകുന്നവരുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് ഇതെല്ലാം തൊലി കളഞ്ഞു വേണം. കാരണം നമ്മുടെ അടുത്ത് മേടിച്ചിട്ട് കൊണ്ട് കൊടുക്കുമ്പോഴും ഇതുപോലെ കട്ട് ചെയ്ത് പീസാക്കിയാണ് കൊണ്ടുവന്നത്. അത്രയും ജോലി ലാഭം ഉണ്ടല്ലോ അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും ആ മീൻ ലേലം വിളിക്കുന്നിടത്തോട്ട് പോയില്ല കേട്ടോ. ജോസൻ പറഞ്ഞു വേണ്ടാന്ന്.
അപ്പം ഓരോന്നും കിട്ടുന്നതിനനുസരിച്ച് ജോസാൻ ഇങ്ങോട്ട് കൊണ്ടുതരും വെട്ടാനായിട്ട്. ഞാൻ അവിടെ നിന്ന് വെട്ടുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. മണിക്കൂറുകൾ ഇവിടെ നമുക്ക് പോകും കേട്ടോ. കാരണം മീൻ വെട്ടം എന്ന് പറയുന്നത് നല്ല ജോലിയാണ്. പ്രത്യേകിച്ച് അച്ചാറിൻ്റെ മീൻ വെട്ടക്കം നല്ല സമയം എടുക്കുന്ന കാര്യമാണ്. കാരണം എത്രയും അതിനകത്തുനിന്ന് എടുത്തിട്ട് ഞങ്ങളുടെ സ്ഥിരം മീൻ വെട്ടിക്കുന്ന ഈ പുള്ളിക്കാരനെ ഉണ്ട് കേട്ടോ. അപ്പം എത്രയും മുള്ളിനകത്തുനിന്നൊക്കെ എത്രയും എടുത്തു തരാമോ അത്രയും എടുത്താണ് നമുക്ക് അച്ചാറിന് വേണ്ടി തരുന്നത്. അപ്പം പലരും പല രീതിയിലും പറയാറുണ്ട്. ഇപ്പൊ സപ്പോസ് ഒരു 25 കിലോയുടെ മീൻ എടുത്തെങ്കിൽ പലരും പറയുന്നതാണ് 25 കിലോ മീൻ ഇപ്പം 300 രൂപയ്ക്ക് കിട്ടിയെന്ന് വെച്ചു. അപ്പൊ അത് കണക്കാക്കിയിട്ട് 25 കിലോ ഇത്രയുണ്ട്, പിന്നെ എങ്ങനെ ഇത്ര റേറ്റ് എന്ന് ചിന്തിക്കും. പക്ഷെ അങ്ങനല്ല. ഞാൻ എടുത്ത മീൻ ഇവിടെ കാണിക്കാം, അതിന്റെ ഡീറ്റെയിൽസ് ഉൾപ്പെടെ നിങ്ങൾക്കെല്ലാം പറയാം. കാരണം പലർക്കും തെറ്റിദ്ധാരണയുണ്ട് കേട്ടോ. നിങ്ങൾ 1 കിലോ മീൻ എടുത്താൽ നിങ്ങൾക്ക് 1 കിലോ മീൻ അച്ചാറിന് കിട്ടാറുണ്ടോ? അതിന്റെ തൊലിയും എന്തായാലും ഒരു അച്ചാർ എന്ന് പറയുമ്പോൾ ഏതായാലും 1 കിലോ ആയിരിക്കത്തില്ലല്ലോ എടുക്കുന്നത്. ഒരു 3 കിലോയുടെ ഒക്കെ എടുക്കുമ്പോഴായിരിക്കുമല്ലോ 1 കിലോ മാംസം കിട്ടുന്നത്. എന്റെ കണക്കിൽ അങ്ങനെയാണേ. ഞാൻ ഈ അച്ചാറിന് എടുക്കുന്നതേ ഇവിടുന്ന് വെയിറ്റ് നോക്കുമ്പോൾ 12 കിലോ 11 കിലോ ഒക്കെ കാണും. കഴുകിയെടുത്ത് വെള്ളമെല്ലാം വാങ്ങു കഴിയുമ്പം 8.5 കിലോ 8 കിലോ മീൻ്റെ വെള്ളമൊക്കെ പോയി കഴിയുമ്പോൾ വെള്ളം പോയി അതിന്റെ ബ്ലഡ് വിളിച്ചു പറയാം. എന്തെങ്കിലും വിലയിലൊരു മാറ്റം വരികയാണെങ്കിൽ ഉടനെ വിളിച്ചു പറയാം. ഇത്രയും വില കിടക്കുന്നതിനെ കൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. അതാ ഞാൻ പറയാം, നിങ്ങൾ വന്ന് കണ്ടെടുത്തു കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. ഭയങ്കര റേറ്റ് ഇപ്പോൾ ഇതുവരെയായിട്ട് ആമൂറ് വന്നില്ല. വേള വരുന്നുണ്ട്, വറ്റയ്ക്കൊക്കെ ഭയങ്കര വില. അപ്പൊ ഈ മീൻ വെട്ടുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് ആളുകൾ ഇതുപോലെ വിളിച്ച് പറയുകയും മീൻ ഉണ്ടെങ്കിൽ എടുത്ത് വെക്കാൻ. അപ്പം വില ഭയങ്കരമായതുകൊണ്ട് പുള്ളി എടുത്തില്ല. ഞങ്ങളും വറ്റ എടുക്കാനാണ് പോയത്. പക്ഷേ അച്ചാറ് പർപ്പസിന് വറ്റ എടുത്തില്ല. കാരണം 500-നും 600-നും അടുപ്പിച്ചാണ് വറ്റ പോയത്, വെള്ളവറ്റ. അതുകൊണ്ട് എടുത്തില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 350-നോ ആ റേഞ്ചിനാണ് വറ്റ കിട്ടിയത്. അപ്പോൾ 11 കിലോ വറ്റയാണ് ഞാൻ അന്ന് എടുത്തത്. എനിക്ക് അന്ന് എടുത്തപ്പോൾ അതിൻ്റെ മാംസം കിട്ടിയത് വെറും 4 കിലോയാണ്. വറ്റയുടെ തൊലി ഭയങ്കര കട്ടിയാണ്, തലയ്ക്ക് ഭയങ്കര വെയിറ്റ് ആണ്. അതുകൊണ്ട് കേരയാണെന്നുണ്ടെങ്കിൽ 11 കിലോ എടുത്താൽ എനിക്കൊരു 5 കിലോ മാംസം കിട്ടും. വറ്റ 4 കിലോയേ കിട്ടിയുള്ളൂ. പക്ഷെ ആളുകൾക്ക് ഇതിന്റെ കണക്ക് മനസ്സിലാവത്തില്ല. ഒരു മീൻ ഫുള്ളെ എടുത്താൽ ഒരു 25 കിലോ 50 കിലോ എടുത്താൽ 50 കിലോ മാംസം കിട്ടുമല്ല. പകുതിക്ക് പകുതി പോലും നമുക്ക് മാംസം കിട്ടത്തില്ല. ബാക്കി മൊത്തം അതിന്റെ വേസ്റ്റ് ആണ് പോകുന്നത്. അപ്പം ഞങ്ങൾ അവിടെ നിന്നപ്പോൾ എനിക്ക് നല്ല തലവേദന കേട്ടോ. എന്തായാലും ഒരു ചായ കുടിക്കാന്ന് വെച്ചാൽ ചായ കുടിക്കും. ഇതാണ് തെർമോക്കോളിൻ്റെ ബോക്സ്. ദൂരയാത്രയ്ക്കൊക്കെ നമ്മൾ ദൂരെ നിന്നൊക്കെ മീൻ എടുക്കുമ്പോൾ ഇതിനകത്ത് ഐസ് ഇട്ടിട്ട് മീനിട്ട് കൊണ്ടുപോയാൽ മതി, കേടാവത്തില്ല. നല്ല ഫ്രഷായിട്ടിരിക്കും. ഐസ് ബോക്സ് ഇത്തിരി കോസ്റ്റ്ലി, ഇത് കോസ്റ്റ്ലിയല്ല. അതാണ് വ്യത്യാസം. നമ്മുടെ മീൻ കിടക്കുന്നു. ഇനി ഇതിനെ ക്ലീൻ ചെയ്യൊക്കെ ഒരു ചടങ്ങാണ്. അപ്പോൾ ഇതാണ് ഞങ്ങൾ എടുത്ത മീൻ, കേരച്ചൂര. മീൻ എടുത്തതിന് ശേഷമാണ് ജോസാൻ ഫുഡ് കഴിച്ചത് കേട്ടോ. ഈ ലേലംവിളി എന്ന് പറഞ്ഞാലും ചിലപ്പം നമ്മൾ എടുക്കുന്നതിനേക്കാളും കൂടുതൽ റേറ്റിനായിരിക്കും അടുത്ത മീൻ ലേലം പോകുന്നത്. ചിലപ്പോൾ അതിനേക്കാളും കുറഞ്ഞ വിലയ്ക്കായിരിക്കും പോകുന്നത്. അത് ലേലം വിളിക്കുന്നതിൽ ഡിപ്പെൻഡ് ആണ് കേട്ടോ. ചിലപ്പോൾ നമ്മൾ കൂടുതൽ വില അയച്ചിട്ട് കുറയട്ടെന്നും പറഞ്ഞ് നിൽക്കും. പക്ഷെ അത് കൂടി പോകത്തേ ഉള്ളൂ. അങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. അപ്പം മീൻ, വലിയ മീൻ എങ്ങനെയാണ് വെട്ടേണ്ടതെന്ന് കാണേണ്ടവർക്ക് ഇത് കണ്ടു പഠിക്കാം. ഞാൻ എല്ലാം വീഡിയോ കാണിക്കുന്നുണ്ട്. ഇത്രയും വലിയ മീനൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് വെട്ടുക എന്ന് പറഞ്ഞാൽ എന്നെയും കൊണ്ട് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. അത്രയും വലിയ പിച്ചാത്തിയോ ഒന്നും എൻ്റെ കയ്യിലില്ല. അതിൻ്റെ പകുതി മാംസം പോലും എനിക്ക് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് മണിക്കൂറുകളിൽ നിന്ന് എക്സ്ട്രാ കട്ടിങ് ചാർജും കൊടുത്ത് നമ്മൾ ഈ മീൻ കട്ട് ചെയ്തുകൊണ്ട് വരുന്നത്. ഈ താടി എടുക്കാൻ നേരമായില്ലേ? 7 മാസം. 7 മാസം. അതെന്തുവാ? ഒരു വർഷത്തിലേ കിട്ടത്തുള്ളൂ. 5 മാസം. എങ്ങനെ 3 മാസം? ഞാൻ പറഞ്ഞത് 2025 ആകുമ്പോഴത്തേക്ക് ഇത് 5-ാം മാസമാണ്. ഇത് 5-ാം മാസമല്ലേ? 2025 വരണം. ഇനി എത്ര മാസമുണ്ട്? 7 മാസം. ഇനി 7 മാസം. അതാ ഞാൻ പറയുന്നത്. അത്രേ ഉള്ളു. പിടിച്ചോ വെച്ചോ, പിടിച്ചോ. എന്നിട്ടാ പിടിക്കുന്നത് കണ്ടോ. ഞാനെങ്ങാണ് ഇങ്ങനെ വലിക്കാൻ പോയാൽ
പകുതി അതിനകത്തിരിക്കും. ഞാൻ വരുന്നവർക്കെല്ലാം 2000 ന്യൂ ഇയർ കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ചിലര് താടി വളർത്തുന്ന എന്തെങ്കിലും ആഗ്രഹം സാധിക്കാൻ എനിക്കൊരു ആഗ്രഹമില്ല, എനിക്കൊരു ഷോ. ചിലര് എന്തെങ്കിലും കഴിഞ്ഞ വർഷം ഏത് താടിയായിരുന്നു? എന്തുവായിരുന്നു? താടി ഇല്ലായിരുന്നു തോന്നുന്നു. അല്ല ഇല്ല കൊമ്പം മീശാണോ മീശ അതല്ലായിരുന്നു ഒരു വർഷം എന്നിട്ട് സുഖമില്ലാതെ കിടന്നില്ലേ? സുഖമില്ലാതെ കിടന്നപ്പം അത് പഠിക്കാൻ പറഞ്ഞു ഡോക്ടർ. അപ്പൊ അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോ താടിയായി. സാധാ താടി വെച്ച് അപ്പൊ ഞങ്ങളൊക്കെ പറഞ്ഞു അയ്യോ നല്ല രസമുണ്ട് ഞാൻ ഓരോ വർഷം അപ്പോഴത്തേക്ക് ഇപ്പോഴത്തെ ബുദ്ധി ഇത്രയും വീട്ടിൽ വഴക്കാറുമില്ല. എന്നാൽ രാത്രിയിലും വിളിച്ചായിരുന്നു മീനുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയണ്ടേ. ഷായിച്ചാനെ വിളിച്ചപ്പോൾ ആദ്യം കിട്ടിയില്ല, പിന്നെ ഇന്ന് രാവിലെ കിട്ടിയായിരുന്നു. വേളാപ്പാര അച്ചാറിട്ട് നന്നായിരിക്കും. നല്ലായിരുന്നു. നല്ലതായിരുന്നു, അതിനാ വീണ്ടും വന്നേ. നല്ലയാ, പക്ഷേ വറക്കുമ്പോൾ ശ്രദ്ധിക്കണം, പൊടിഞ്ഞു പോകും, അല്ലെങ്കിൽ സോഫ്റ്റാ. നെയ്മീനേക്കാളും സോഫ്റ്റാ. വറ്റയുടെ മറ്റൊരു പേരാണ് കേട്ടോ വേളാപ്പാര. അത് എനിക്ക് അമ്മ ഇതുപോലെ പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഈ ഒരു പേരും ഉണ്ടെന്ന്. അപ്പം നല്ല കട്ടിങ് ആണ് പുള്ളിക്കാരൻ്റെ കേട്ടോ. ദൈവമേ, നീണ്ടകരയിൽ പോയി മീനെടുത്താൽ മീൻ കട്ട് ചെയ്തുകൊണ്ട് വന്നാൽ എനിക്ക് വീണ്ടും അത് ക്ലീൻ ചെയ്യണം. ഉള്ള മുള്ള് മൊത്തം അതിൽ കാണും. പിന്നെ കുത്തിയിരുന്ന മണിക്കൂറുകൾ ആ മുള്ള് മാറ്റണം. അവരുടെ അടുത്ത് പറഞ്ഞാലും അവരത് അംഗീകരിക്കത്തില്ല. കാരണം എത്രയോ പേരെ വെട്ടാൻ നിൽക്കുന്നത്. പക്ഷേ ഇത് ഡെഡിക്കേഷനോടുകൂടി ചെയ്തു തരുന്ന ഒരാളാണ് കേട്ടോ. ഇപ്പൊ അവിടെ ഇപ്പൊ ഒതുങ്ങും കേട്ടോ. മീനില്ല. മീനില്ല. എല്ലാരും എഴുതി വെച്ചിരിക്കുന്ന കൊല്ലം വാടി മീൻ, നീണ്ടകര മീൻ, വാടി മീൻ. കൊട്ടാരം മൊത്തം പറയുന്ന വാടിയിലെ മീനാണ്. എവിടുന്ന് വരുന്നതെന്നറിയത്തില്ല, വാടിയിലെ മീനെന്ന്. ഇന്നലെ എൻ്റെ അടുത്തില്ല കൊല്ലത്ത് പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നത്. മീൻ നല്ല വില. പോലീസ് ക്വാർട്ടേഴ്സിൽ അവര് പറയുന്നത് 2 ചൂര 300 രൂപ വെച്ച് കൊടുത്തുന്ന വലിയ ചൂര. അതാ പറഞ്ഞത്. അല്ലെന്നേ, ഞാനിപ്പം അച്ചാറിന്റെ കാര്യം പറയുമ്പോഴും ഓരോരുത്തർ പറയുന്നത് ഞങ്ങൾക്ക് ഇത്രയും വിലക്ക് കിട്ടി, ഞങ്ങൾക്ക് ഇത്രയത്തിന് കിട്ടി, പിന്നെ എന്തോ വില. അത് നമുക്കല്ലേ അറിയത്തുള്ളൂ, ഈ പറയുന്നവർക്ക് അറിയത്തില്ല. എൻ്റെ അടുത്ത് പലരും ചോദിക്കുന്നത്, ബെൻസി കറുത്ത ചൂരയാണോ വെള്ളച്ചൂരയാണോ അച്ചാറിടുന്നതെന്ന്. പൊതുവെ കേരച്ചൂരയാണ് വെള്ളച്ചൂര എന്നല്ലേ പറയുന്നേ. എൻ്റെ അറിവ് തെറ്റാണെങ്കിൽ നിങ്ങൾ പറയണത് എന്താ, നടുക്ക് ഇതുപോലെ ഇത്തിരി കറുപ്പ് കാണും, അതേ ഉള്ളൂ. അല്ലാതെ കറുത്ത ചൂര അങ്ങനെ കിട്ടാറേയില്ല. കേരച്ചൂര എന്ന് പറയുന്നത് വെള്ളച്ചൂരയ്ക്കാണ് പറയുന്നതെന്നാണ് എൻ്റെ തോന്നൽ. അപ്പം ഇതും ഒത്തിരിയായിട്ട് ഇങ്ങനെ കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഞാനെടുത്ത് കളയാറുണ്ട് കേട്ടോ. അച്ചാറിന് എടുക്കാറില്ല. അത് ഞങ്ങൾക്ക് കറികൾക്ക് ഉപയോഗിക്കാറില്ല, താല്പര്യമില്ല. കൊച്ചിലെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇതിൻ്റെ കറുപ്പ് ഫ്രൈ ചെയ്ത് കഴിക്കാൻ. പക്ഷെ പിന്നീട് ആ ഇഷ്ടം അങ്ങ് മാറി. ഇപ്പോൾ അത്ര താല്പര്യമില്ല. അപ്പം ഒത്തിരി അങ്ങ് വലവലയായിട്ട് കറുപ്പുണ്ടെന്നുണ്ടെങ്കിൽ അച്ചാറിടുമ്പോൾ ഞാനത് കളയാറുണ്ട്. പിന്നെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ കേരയുടെ കറുപ്പ് കഴുകുമ്പോൾ നോർമൽ കളറാവും. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ഇത് ഇനിയും മേടിച്ചൊന്ന് ചെക്ക് ചെയ്താൽ മതി. മറ്റ് സാധാ ചൂരയുടെ കറുപ്പെന്ന് പറയുന്നത് എത്ര കഴുകിയാലും ആ കളർ അങ്ങോട്ട് മാറത്തില്ല, അതേ കറുപ്പായിരിക്കും. പക്ഷെ ഇത് കഴുകുമ്പോൾ നോർമൽ കളറാവും, നമുക്ക് അറിയത്തുകൂടിയില്ല. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ അച്ചാർ ബിസിനസ് തുടങ്ങിയപ്പോൾ തൊട്ട് ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് ഞങ്ങൾ അച്ചാറിന് എടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, പല സംസ്ഥാനങ്ങളിൽ നിന്നും മീൻ വരാറുണ്ട്. ഇതിനേക്കാളും നല്ല ലാഭത്തിൽ മീൻ കിട്ടും. പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു മീനച്ചാർ ഞാൻ ഇട്ടിട്ടില്ല. അത് അതിൻ്റെ ടേസ്റ്റിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ക്വാളിറ്റിയുള്ള അച്ചാറുകൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് അത് നല്ല ക്വാളിറ്റിയോടുകൂടി അച്ചാർ കിട്ടത്തുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ചാർ എപ്പോഴും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എത്രത്തോളം അച്ചാർ ബിസിനസ് മുമ്പോട്ട് പോകുന്നോ അത്രത്തോളം ഭയങ്കര രീതിയിലങ്ങ് ബിസിനസ് ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. 1 കിലോ ഇട്ട് കൊടുത്താലും അത് നല്ല രീതിയിൽ കൊടുക്കണമെന്ന് ഒരു ആഗ്രഹം, അത്രയേ ഉള്ളൂ. ഇതിപ്പോൾ 28 കിലോയുടെ ഒരു കേരച്ചൂരയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഇനി കറക്റ്റ് കണക്ക് പറയാം. ഈ 28 കിലോയുടെ മീൻ എടുത്തപ്പോൾ എനിക്കതിൽ മാംസം കിട്ടിയത് 13 കിലോയാണ്. അതായത് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ബ്ലഡൊക്കെ പോയി വെള്ളം വാർന്ന ശേഷം ആണ് ഞാൻ വെയിറ്റ് നോക്കുന്നത്. 13 കിലോ ഇടുമ്പോൾ എനിക്ക്
11.5-12 കിലോ ആണ് അച്ചാർ കിട്ടുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് അച്ചാർ വാങ്ങിയവർക്കറിയാം, ഞാൻ ഒരച്ചാറും, അത് ബീഫായിക്കോട്ടെ, മീനായിക്കോട്ടെ, നാരങ്ങ, നെല്ലിക്ക, മാങ്ങ, എന്തായാലും അത് ഗ്രേവി ആക്കാറില്ല കേട്ടോ. നല്ല കുഴമ്പ് പരുവത്തിൽ അങ്ങനെയാണ് ചെയ്യുന്നത്. കാരണം കൂടുതലും വിദേശത്തോട്ടൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തിരിയെങ്കിലും ഇത്തിരിയെങ്കിലും ഗ്രേവി ടൈപ്പ് ആണെങ്കിൽ ലീക്ക് ആയാലോ എന്നുള്ള പേടി കാരണം ഒട്ടും ഞാൻ ഗ്രേവി ആക്കത്തില്ല. നല്ല കുഴമ്പ് പരുവത്തിൽ പെരണ്ടിരിക്കുന്ന രീതിയിലായിരിക്കും അച്ചാറുകളെല്ലാം. അപ്പോൾ അതനുസരിച്ച് അതിൻ്റെ വെയിറ്റും കുറയാറുണ്ട്, അത് വേറെ സത്യം. എങ്കിലും നമ്മൾ ഇവിടുന്ന് വിദേശത്തോട്ട് കൊടുത്തു വിടുന്ന ഇതുവരെയും ദൈവകൃപയാൽ ആർക്കും ലീക്കായിട്ടില്ല. ഒരു തുള്ളി പോലും ലീക്ക് ആവാതാണ് കിട്ടുന്നത്. അതുപോലുള്ള പാക്കിംഗ് ആണ് ഇവിടുന്ന് വാങ്ങിയവർക്കറിയാം. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ അവരുടെ അറിവിലേക്ക് എൻ്റെ കാര്യങ്ങൾ, എൻ്റെ പബ്ലിസിറ്റി ഞാൻ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഒരു 10-15 ദിവസം കൂടെ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വില കൂടാൻ പോവാണ് കേട്ടോ. ട്രോളിങ് തുടങ്ങാൻ പോവാണ്. അല്ലാതെ തന്നെ നല്ല വിലയാണ്, മീനൊന്നും കിട്ടാനേ ഇല്ല. കാരണം വാടിയിൽ ഇത്രയും വില കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധാ കടകളിലൊക്കെ എന്തോരം വിലയായിരിക്കും നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. ഞാൻ റെക്കോർഡ് ചെയ്തു വന്നപ്പോൾ ലാസ്റ്റ് എൻ്റെ ബാറ്ററി തീർന്നു. പിന്നെ കാറിനകത്ത് കൊണ്ടുപോയി ഇത്തിരി ഒന്ന് ചാർജ് ചെയ്തിട്ടാണ് ബാക്കി ലാസ്റ്റ് എടുത്തത്. ആ മുള്ളിനകത്തൊന്നും ഒരു ഇത്തിരി മാംസം ഇല്ല. സാധാരണ ജോസൻ വെട്ടിക്കൊണ്ട് വരുമ്പോൾ ആ തലയുടെ തൊലി കളയാറില്ല കേട്ടോ. പിന്നെ വീട്ടിൽ വന്ന് മണിക്കൂറുകൾ ഞാൻ ഇരിക്കണം, എന്തോ കട്ടി തൊലി, അത് നമ്മുടെ സാധാ പിച്ചാത്തിക്കൊന്നും പോകത്തില്ല. അപ്പൊ ഇപ്രാവശ്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞ് തലയൊന്ന് എനിക്ക് ഇത്തിരി ഒന്ന് റെഡിയാക്കി തരാമോ, അങ്ങനെ പുള്ളിക്കാരൻ ചെയ്തു തന്നതാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ അവിടുന്ന് തിരിച്ചപ്പോൾ, രാവിലെ ഇറങ്ങിയതാണേ വീട്ടിൽ നിന്ന്, അവിടുന്ന് തിരിച്ചപ്പോൾ ഏകദേശം ഒരു 5-5:30 കഴിഞ്ഞെന്ന് തോന്നുന്നു, 6 അടുപ്പിച്ചായി അവിടുന്ന് തിരിച്ചപ്പോൾ. പിന്നെ വീട്ടിൽ വന്ന് എല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം അന്ന് തന്നെ ഏതായാലും അച്ചാറടക്കം നടക്കത്തില്ലല്ലോ, എല്ലാം റെഡിയാക്കി ഫ്രീസറിനകത്താക്കി പിറ്റേന്നാണ് അച്ചാറിട്ടത്. അമ്പോ ഇനി മേലാൽ എൻ്റെ ആദ്യത്തെയും അവസാനത്തെയും പോക്കായിരുന്നു മീനെടുക്കാൻ പോക്ക് കേട്ടോ. ഞാൻ ജോസനെ നമിക്കുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞു ജോസ സമ്മതിച്ചു തന്നിരിക്കുന്നത് കേട്ടോ. എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് ജോസന്റെ കാര്യത്തിലെന്ന്. അത് വീട്ടിൽ കൊണ്ട് എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ ജോസൻ ഫ്രീ ആയി. പിന്നീടുള്ള ഡ്യൂട്ടി എൻ്റെ ഡ്യൂട്ടിയാണ്. ഒരു 2 ദിവസം, ഇപ്പം രാത്രി ഒരു 7 മണി 8 മണിക്കൊക്കെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എല്ലാം കഴുകി വൃത്തിയാക്കി ബോക്സിനകത്താക്കി ഫ്രീസറിലാക്കുമ്പോഴത്തേക്ക് എനിക്ക് വെളുപ്പിന് 12 മണി 1 മണിയാവും. അപ്പോൾ അതിനുശേഷം പിറ്റേന്ന് അച്ചാറടക്കും. അത് കഴിഞ്ഞ് എൻ്റെ ഡ്യൂട്ടിയാണ്. 2 പേരോട് ഒരുമിച്ച് നിന്നിട്ടാണ് ഈ പണികളൊക്കെ നടക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കുന്നത് കേട്ടോ. അല്ലാതെ നമ്മൾ കഷ്ടപ്പെടാതെ നമുക്ക് 1 രൂപ ആരും നമുക്ക് തരില്ല ഫ്രീ ആയിട്ട്. കാരണം നമ്മൾ എത്രയും കഷ്ടപ്പെടുന്നോ അതനുസരിച്ചായിരിക്കും നമുക്ക് ജീവിതത്തിൽ ജീവിക്കാൻ പറ്റുന്നത്. വെറുതെ ഇരുന്നാൽ നമുക്ക് ആരും ഒന്നും തരില്ലല്ലോ. അപ്പൊ ഇതൊന്നും ഒരു കഷ്ടപ്പാടായിട്ട് തോന്നുന്നില്ല. നമുക്ക് അത് വിറ്റഴിക്കാനുള്ള ഒരു സോഴ്സും ദൈവം തന്നിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ പോയി എടുക്കുന്നതും. അപ്പം എല്ലാം ദൈവത്തിന്റെ ഒരു അനുഗ്രഹം എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ പുതിയ ബാച്ച് അച്ചാർ, ഈ മീനിന്റെ അച്ചാറാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഞാൻ സ്റ്റാറ്റസ് ഇട്ടിരുന്നു. എല്ലാ പ്രാവശ്യവും വീഡിയോ എടുക്കാറുണ്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ട് കുപ്പിയിലോട്ടാക്കുമ്പോൾ. ഇപ്രാവശ്യം എനിക്ക് അതിനെ പറ്റിയില്ല. കുപ്പിയിൽ നിറച്ച് വെച്ചിരിക്കുന്ന വീഡിയോ മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫ്രഷ് മീൻ, ക്വാളിറ്റി മീൻ അച്ചാർ വേണ്ടവരൊക്കെ മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോയുമായി വരാമെന്ന പ്രതീക്ഷയോടെ ബൈ, ഗോഡ് ബ്ലസ് യു.